പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ഫുട്ബോൾ ലോകം. ഇന്ന് രാവിലെ MLS നടന്ന മത്സരത്തിൽ ഇപ്പോൾ ഒരു സമനിലയാണ് ഇന്റർ മിയാമി നേടിയെടുത്തിട്ടുള്ളത്. ഒരു നാടകീയമായ സമനില തന്നെയാണ് ഇന്റർ മിയാമി നേടിയെടുത്തത്. ആദ്യം ഗോൾ വഴങ്ങിയതിനു ശേഷമാണ് ഇന്റർ മിയാമി തിരിച്ചടിച്ചത്. വീണ്ടും ഇന്റർ മിയാമിയുടെ രക്ഷകനായി മാറിയിരിക്കുകയാണ് ലിയോണൽ മെസ്സി. കാരണം ഇന്നത്തെ മത്സരത്തിൽ ഇന്റർ മിയാമിക്ക് വേണ്ടി വലകൊലിക്കിയത് ലിയോണൽ മെസ്സി ആയിരുന്നു. എന്നാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. നമ്മുടെ ചാനൽ 1K എത്താനായി ഇനി മിതമായി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മതി. അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം. എന്തായാലും ഇന്ന് രാവിലെ MLS നടന്ന മത്സരത്തിൽ ഇപ്പോൾ ഇന്റർ മിയാമി ഒരു സമനിലയാണ് ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത്. എന്തായാലും ഇന്റർ മിയാമി ഇന്നത്തെ മത്സരത്തിൽ വലകൊലിക്കിയത് 45-ാം മിനിറ്റിൽ ഇഞ്ചുറി ടൈമായ 5-ാം മിനിറ്റിലായിരുന്നു. കൂടാതെ ആദ്യം അവരുടെ എതിർ ടീമായി കളിച്ച് ടൊറാൻഡോ FC ആയിരുന്നു ആദ്യം ലീഡെടുത്തത്. അവർ 45-ാം മിനിറ്റിലെ ഇഞ്ചുറി ടൈമായ 2-ാം മിനിറ്റിൽ ലീഡെടുത്തു. എന്നാൽ പിന്നീട് 3 മിനിറ്റ് തികയും മുമ്പ് തന്നെ മെസ്സി തിരിച്ചടിച്ചുകൊണ്ട് സമനില നേടുകയായിരുന്നു. എന്നാൽ ഇന്റർ മിയാമിക്ക് ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചു കയറാമായിരുന്നു. എന്നാൽ പെനാൽറ്റി മെസ്സി പാഴാക്കിയതാണ് ഇന്റർ മിയാമിക്ക് തലവേദനയായത്. എങ്കിലും ഒരു ഗോൾ നേടാൻ മെസ്സിക്ക് സാധിച്ചു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പെനാൽറ്റി ആകുമ്പോൾ അത് എപ്പോഴും ഭാഗ്യപരീക്ഷണമായി തന്നെയാണ് നിൽക്കുന്നത്. അത് എപ്പോഴും ഗോൾ കീപ്പർമാർക്ക് ചിലപ്പോൾ ലക്കായിട്ട് വേണമെങ്കിലും വരാം. താരങ്ങൾക്ക് അത് വലിയ കെണിയായിട്ടും വരാനുള്ള സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ മെസ്സിക്ക് വീണ്ടും ഒരു പെനാൽറ്റി പിഴച്ചിരിക്കുകയാണ്. എന്നാൽ വീണ്ടും ഇന്റർ മിയാമിയുടെ രക്ഷകനായി അവതരിക്കാൻ മെസ്സിക്ക് സാധിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരു തകർപ്പൻ ഗോളാണ് ഇന്നത്തെ മത്സരത്തിൽ ഇന്റർ മിയാമിക്കായി മെസ്സി നേടിയെടുത്തത്.